ദെൻ ആക്റ്റീവ് ഡയറക്ടറി. ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വലിയ വലിയ കമ്പനീസിലൊക്കെ അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സിനെയും യൂസേഴ്സിനെയും ഒക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് കമ്പനിയിൽ ഇപ്പൊ ചെറിയൊരു കമ്പനി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു വലിയൊരു കമ്പനിയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ 500 പേരുള്ള ഒരു കമ്പനി, വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് വിചാരിക്കാം. ആ കമ്പനിക്ക് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്. ഓക്കെ, അതോ ചില എംപ്ലോയീസ് എന്താണ് റിമോട്ട്ലി ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ എംപ്ലോയീസിലൊക്കെ ആരൊക്കെ ഉണ്ടാവും? മാർക്കറ്റിംഗ് ടീമുകൾ ഉണ്ടാകും, അതേപോലെ ടെക്കികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, സെയിൽസ് ടീം ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന ഗ്രൂപ്പുകളിലൊക്കെ. ഇവർക്കൊക്കെ കമ്പനിയിൽ പ്രത്യേക പ്രിവിലേജ് ആയിരിക്കും. സെയിൽസുകാർക്ക് ഒരു പ്രിവിലേജ് ആയിരിക്കും, മാർക്കറ്റിംഗുകാർക്ക് ഒരു പ്രിവിലേജ് ആയിരിക്കും, അതേപോലെ മാനേജർമാർക്ക് ഒരു പ്രിവിലേജ് ആയിരിക്കും. അങ്ങനെ ഓരോ ടീമിനും എന്തായിരിക്കും? ഡിഫറെന്റ് പ്രിവിലേജ് ആയിരിക്കും. പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ, അവർക്ക് ആ കമ്പനിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരു പുതിയ എംപ്ലോയി വന്നു, ആഡ് ചെയ്യാൻ എല്ലാവർക്കും പെർമിഷൻ ഉണ്ടോ? ഇല്ല. അതിന് HR അല്ലെങ്കിൽ അതെന്താണ് മാനേജറോ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അയാൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പനിയിലേക്ക് ഓതന്റിക്കേഷൻ ഒക്കെ കൊടുത്ത് ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ എന്താണ് ഇപ്പൊ മാർക്കറ്റിംഗിന്റെ ഒരു ഡാറ്റ എനിക്ക് എന്ത് ചെയ്യണം? മാർക്കറ്റിംഗിന്റെ ഒരു ഡാറ്റ സെയിൽസുകാരന് മാത്രം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമിന് മാത്രം കൊടുക്കണം. അത് ബാക്കിയുള്ളവർക്ക് ആക്സസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? അത് ബ്ലോക്ക് ചെയ്തിടണം. അങ്ങനെ ഒരു മാനേജ്മെന്റ് ചെയ്യാൻ അവിടുത്തെ എംപ്ലോയീസിനെ, അവിടുത്തെ റിസോഴ്സസിനെ, ഓക്കെ, ഒബ്ജക്റ്റുകൾ എന്ന് നമ്മൾ ചുരുക്കി പറയും. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആവാം, യൂസേഴ്സ് ആവാം, അവരുടെ സർവീസ് എന്തോ ആയിക്കോട്ടെ. അതിനെയൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരാൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്തത് മൈക്രോസോഫ്റ്റ് വെയർ ആണ്. പ്രൈമറി ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ്മെന്റ്, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു സെർവറിലേക്ക് നമ്മൾ മാനേജ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ഒരു സർവീസ് യൂസ് ചെയ്തിട്ട് ആക്റ്റീവ് ഡയറക്ടറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഡാറ്റ ആക്സസും ഷെയറിങ്ങും സർവീസുകളും എല്ലാം കൊടുക്കുന്നത് നമ്മൾ എന്താണ്? ഈ ഒരു കോൺസെപ്റ്റ് വഴിയാണ്. അപ്പൊ ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത് ഈ എൻറ്റയർ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ട്. ഓക്കെ, ഞാൻ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മൊത്തം നമുക്കൊരു ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയാം. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം കേരളത്തിന്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഒരുപാട് സ്കൂളുകളുണ്ട്. ഓക്കെ, ഓരോ ജില്ലയിലും ഇഷ്ടം പോലെ സ്കൂളുകൾ ആർക്കുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ വകുപ്പാണ് എന്ത് ചെയ്യാം? ഒരു തീരുമാനം ഇറക്കി കഴിഞ്ഞാൽ അതെന്താണ്? എല്ലാവർക്കും എല്ലാ സ്കൂളിനും എന്തായിരിക്കും? അത് ബാധകമായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മിനിസ്റ്റർക്ക് ഒരുപാട് സ്കൂളുകൾ ഉണ്ട്, ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ് ഡിവിഷനുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്കൂൾ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഇതിൽ എക്സാമുകൾ നടത്തുന്നുണ്ട്. എക്സാം നടത്താൻ എല്ലാവർക്കും പെർമിഷൻ ഉണ്ടോ? ഇല്ല. അതിനായിട്ട് അലോട്ട് ചെയ്ത ടീച്ചേഴ്സും കാര്യങ്ങളും അതിന് റൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും പ്രത്യേക സർവീസുകൾ വരുമ്പോൾ എക്സാമുകൾ വരുന്ന സമയത്ത് വേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അതും എല്ലാ ടീച്ചേഴ്സിനും ആക്സസ് ഉണ്ടാവില്ല. അതിനെ ഏൽപ്പിച്ച ടീച്ചേഴ്സിന് മാത്രമേ എന്തുണ്ടാവാൻ നടത്താൻ പറ്റുള്ളൂ? എക്സാം നടത്താനോ അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനോ ഒക്കെ ആക്സസ് ഉണ്ടാവുള്ളൂ. എല്ലാ ടീച്ചേഴ്സിനും നമ്മളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞു? നമുക്ക് ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമല്ലോ. അപ്പൊ അതിനായിട്ട് കുറച്ച് ടീമുകൾ ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെ എൻ്റെ ഒരു കാര്യങ്ങൾ നോക്കി നടത്തുന്ന മൊത്തം വിദ്യാഭ്യാസ വകുപ്പാണ് നമുക്ക് എന്ത് പറയാം? ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയാം. ഓക്കെ, എന്നാൽ നമ്മൾ എവിടെ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയോ കേരള വിദ്യാഭ്യാസ വകുപ്പിലാണ് പഠിച്ചത് നമ്മൾ പറയോ? ഇല്ല, നമ്മളൊരു സ്കൂളിന്റെ പേര് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡോസ് ഡൊമെയിൻ എന്ന് പറയും. ഓരോ സ്കൂളിനെയും നമ്മൾ എന്താ പറയാ? വിൻഡോസ് ഡൊമെയിൻ, ഓരോ ഡൊമെയിനുകൾ എന്നാണ് പറയാം. ഓക്കെ, നമ്മൾ എല്ലാവരും ഓരോരോ സ്കൂളുകളിൽ പഠിച്ചായിരുന്നു. ഓരോ സ്കൂളും എന്താണ്? ഓരോ ഡൊമെയിൻസ് ആണ്. ഓക്കെ, ദെൻ അപ്പൊ ഇനി നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന ആക്റ്റീവ് ഡയറക്ടറി മൊത്തത്തിൽ ഒന്ന് മാനേജ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭാഗത്തോട് ചുരുങ്ങുകയാണ്. ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്താണ്? ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ സ്കൂള്. നമ്മളുടെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കുറെ ക്ലാസ് റൂംസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ് ഡിവിഷനുകൾ ഉണ്ട്. ഒരു ക്ലാസ്സിന് ഒരുപാടില്ലേ? ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, 1A, 1B, 1B, C എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സുകളുണ്ട്. ദെൻ
സ്കൂളിന്റെ ഉള്ളിൽ കുറെ ക്ലബ്ബുകൾ ഉണ്ട്. ഓരോ ക്ലാസ്സിലും ക്ലാസ്സിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതേപോലെ സ്കൂളിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, PTA ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്തായി, ഒരു സ്കൂളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങി. ഓക്കെ, ഇനി നമ്മളൊരു കമ്പനിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ എന്തുണ്ട്, ഈ പറയുന്ന പോലെ ഒരുപാട് സെർവറുകൾ ഉണ്ട്, കമ്പ്യൂട്ടറുകൾ ഉണ്ട്, മൊബൈൽ ഡിവൈസുകൾ ഉണ്ട്, കമ്പനി എംപ്ലോയീസുകൾ ഉണ്ട്. ഈ എംപ്ലോയീസുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ ഒരു സെൻട്രൽ ഡിവൈസ് ഉണ്ട്, അതാണ് ഡൊമെയിൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഡൊമെയിനിൽ ഈ മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ആ സെൻട്രൽ ഡിവൈസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഡൊമെയിൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്കൂളിനെ നമുക്ക് എന്താക്കാം, ഒരു ഡൊമെയിൻ ആക്കാം. ഒരു കമ്പനീനെ നമുക്ക് എന്താക്കാം, ഒരു ഡൊമെയിൻ ആക്കാം. ഗൂഗിൾ ഒരു ഡൊമെയിൻ ആണ്. ഓക്കെ, അതേപോലെ നമ്മളുടെ ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും ആ കമ്പനി എന്താണ്, ഒരു ഡൊമെയിൻ ആണ്. ആ കമ്പനിക്കുള്ളിൽ എന്തുണ്ട്, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട്. ഓക്കെ, ദെൻ അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡൊമെയിൻ കൺട്രോളർ എന്ന് പറയുന്ന സെൻട്രൽ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആരൊക്കെ എൻ്റർ ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എവിടെ കൊടുത്താൽ മതി, ആ സെൻട്രലൈസ്ഡ് ആയിട്ട് കൊടുത്താൽ മതി, ആ സെൻട്രൽ ഡിവൈസിൽ കൊടുത്താൽ മതി. സെയിൽസുകാർക്കുള്ള റൂൾസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെയിൽസിൽ കൊടുക്കും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട റൂൾസുകളൊക്കെ എന്ത് ചെയ്യും, അവിടെ കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ഉണ്ട്. അതിനെയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് ഡയറക്ടറി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ വലിയ വലിയ കമ്പനീസിലൊക്കെ അവിടുത്തെ എൻ്റയർ സ്റ്റാഫിനെ അല്ലെങ്കിൽ സർവീസ് അവർ മാനേജ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ആക്റ്റീവ് ഡയറക്ടറി വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ആക്റ്റീവ് ഡയറക്ടർ വ്യക്തമായിട്ട് മനസ്സിലായാലും ഇന്റർവ്യൂവിന് അവർ ചോദിക്കും നിങ്ങൾക്ക്, കാരണം കമ്പനിയിൽ വർക്കിംഗ് ഒക്കെ നടക്കുന്ന എന്ത് വെച്ചിട്ടാണ്, ആക്റ്റീവ് ഡയറക്ടർ വെച്ചിട്ടാണ്. അപ്പൊ അവർ ഇത് അറിയുമോ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കും. ദെൻ ആക്റ്റീവ് ഡയറക്ടറി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ പെർമിഷൻസ് നമുക്ക് തരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ നമുക്ക് തരുന്നുണ്ട്. അവർ തരുന്ന സർവീസുകൾ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ അവിടെ കുറച്ച് ഒബ്ജക്റ്റുകൾ ഉണ്ട്. അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആരൊക്കെ, യൂസേഴ്സ്, മെഷീൻസ്, ഗ്രൂപ്പ്, റിസോഴ്സസ്. പ്രിന്റർ എന്നല്ല, അതവിടെ റിസോഴ്സസ് എന്നാണ്. അപ്പൊ എന്താണ്, യൂസേഴ്സ് ഉണ്ട്, നമ്മൾ കോമൺ പറഞ്ഞ ആ എംപ്ലോയീസും കാര്യങ്ങളും ഉണ്ട്. ഇവർക്കിടയിൽ ഗ്രൂപ്പുകൾ ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മാനേജർമാര്, സെയിൽസുകാര്, ഓക്കെ, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, പെനട്രേഷൻ ടെസ്റ്റേഴ്സ്, സോക്ക് അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഇവർക്കിടയിലുണ്ട്. മെഷീൻസ്, ഇവർക്കൊക്കെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടേതായ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അവർക്കായിട്ട് റിസോഴ്സുകൾ, ഷെയർഡ് റിസോഴ്സുകൾ ഉണ്ടാവും. പ്രിന്റർ പോലത്തെ, അല്ലെങ്കിൽ കമ്പനിയിൽ ഒരു സർവർ ഉണ്ടാകും, എല്ലാവർക്കും ആക്സസ് ചെയ്യാനുള്ള സർവർ ഉണ്ടാകും. ഓക്കെ, ആ സർവറിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇനി എല്ലാവർക്കും ആക്സസ് ചെയ്താൽ തന്നെ എല്ലാവർക്കും എല്ലാ ഡാറ്റ കാണാൻ പറ്റുമോ, ഇല്ല. ചിലർക്ക് ആക്സസ് ഉണ്ടാവും, പക്ഷെ ചില ഡാറ്റകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, എല്ലാ ഡാറ്റയും അവർക്ക് എന്തെല്ലാം ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ ആ കമ്പനിയിലുള്ള ഓരോ സാധനത്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറിലുള്ള ഓരോ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂസേഴ്സ് ഉണ്ട്, ഗ്രൂപ്പുകൾ ഉണ്ട്, മെഷീൻസ് ഉണ്ട്, റിസോഴ്സുകൾ ഉണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് എന്തുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പോളിസികൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ഒബ്ജക്റ്റിന് നമ്മൾ യൂസേഴ്സിന് നമ്മൾ ഒരു സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ ആണെന്ന് പറയും. കാരണം യൂസർ ആണ് എല്ലാത്തിന്റെയും ഒരു തുടക്കം. യൂസറിന് വേണ്ടിയിട്ടാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ യൂസറിന് എന്തുകൂടി വേണം, ഒരു സെറ്റ് ഓഫ് ഓതന്റിക്കേഷൻ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓതറൈസേഷൻ ഇവിടെ ഇംപ്ലിമെന്റഡ് ആണ്. യൂസേഴ്സിനായിട്ട് ഓടി കയറിയിട്ട് ആക്റ്റീവ് ഡയറക്ടറിൽ അല്ലെങ്കിൽ ഡൊമൈനിൽ കയറാൻ പാടില്ല. അവർക്ക് എന്താണ്, അവർക്കൊരു ഓതന്റിക്കേഷൻ മെത്തേഡ് ഉണ്ട്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആയിരുന്നുള്ളൂ ആ സിസ്റ്റത്തിലേക്ക് കയറുന്നുള്ളൂ. സോ അവരാണ് നമ്മൾ എന്ത് പറയും, എങ്കിൽ മാത്രമേ അവർക്ക് ആ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർക്ക് ഒരു സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് ഉണ്ട്. സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് അവർക്ക് ആവശ്യമാണ്. കാരണം ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ പാലിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിസ്റ്റത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇനി യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാവാം, മേ ബി അതൊരു പീപ്പിൾ ആവാം. ഓക്കെ, നമ്മളെ പോലത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ ആവാം, അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ ഒരു സർവീസ് ആവാം. നമ്മളന്ന് ETC പാസ്വേഡ് അടിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, റൂട്ട് കാണാൻ പറ്റും, പിന്നെ അവിടെ കാണാൻ പറ്റും PHP, MySQL എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നോർമൽ യൂസേഴ്സിനെ അവിടെ കാണാൻ പറ്റും, അവിടെ MySQL പോലത്തെ കാണാൻ പറ്റും. എന്താ, MySQL കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അവരെന്താണ്, സർവീസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള സർവീസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, യൂസേഴ്സ് എന്ന് പറയാൻ പറ്റും. ദെൻ മെഷീൻസുകൾ, കമ്പ്യൂട്ടറുകൾ എന്താണ്, ഒരു തരത്തിൽ ഒരു ഒബ്ജക്റ്റ് ആണ്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, യൂസേഴ്സ് ആണെന്നും പറയാം. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ചില കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില സർവീസുകൾ ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ്. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫയൽ, ആ ഫയൽ ആരൊക്കെ ആക്സസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഒരു റിസോഴ്സ് ആര് ആക്സസ് ചെയ്യണം,
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടുന്ന റിസോഴ്സ് ഒക്കെ ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സെക്യൂരിറ്റി ഗ്രൂപ്പിന് നമുക്ക് ഇതുപോലെ പറഞ്ഞു വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ അതൊരു എക്സാമ്പിളിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ഡയറക്ടറി എന്താന്ന് പറഞ്ഞു, ഓരോ സ്കൂളും എന്താണ്, ഓരോ ഡൊമൈൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡൊമൈൻ്റെ ഉള്ളിൽ കയറി. ഇപ്പൊ ഞാൻ GHSS കോതമംഗലം എന്ന് പറയുന്ന ഒരു ഡൊമൈൻ മാത്രം എടുത്തു. അപ്പൊ ആ ഡൊമൈനിൽ എന്തൊക്കെയുണ്ട്, ആ ഡൊമൈനിൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഓരോ ക്ലാസ്സിനെയും നമ്മൾ ഓർഗനൈസേഷൻ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഓരോ ക്ലാസ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഓരോ ക്ലാസ്സും ഓർഗനൈസേഷൻ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ ഒരു സ്കൂൾ ആകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ കുറെ ക്ലബ്ബുകൾ ഉണ്ടാവും. ആർട്സ് ക്ലബ്ബ്, റീഡിംഗ് ക്ലബ്ബ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാവും. ഈ ക്ലബിന്റെ പ്രത്യേകത എന്താണ്, ക്ലബ്ബിൽ ആർക്കും പങ്കെടുക്കാം. ഓക്കെ, 1ാം ക്ലാസ് കുട്ടിക്കോ 2ാം ക്ലാസ് കുട്ടിക്കോ 3ാം ക്ലാസ് കുട്ടിക്കോ ഒക്കെ എന്ത് ചെയ്യാം, ഡിഫറെന്റ് ക്ലാസ്സിലെ കുട്ടികൾക്കും ക്ലബ്ബുകളിൽ പങ്കെടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താണ്, അവരുടെ ക്ലാസ് പോലെ. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ നമ്മുടെ സ്കൂളിലുള്ള ക്ലബ്ബ് പോലെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ബാക്കി ഡെഫിനിഷൻസ് പറയുമ്പോൾ അത് മനസ്സിലാവും. ദെൻ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലബ്ബ് പോലെ എന്ന് പറഞ്ഞാൽ പല ക്ലാസ്സിലെയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലബിലേക്ക് കയറാൻ പറ്റും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പുകളിലൊക്കെ ആരൊക്കെയുണ്ട് നമ്മൾ പറഞ്ഞു, ഈ യൂസേഴ്സിനും മെഷീൻസിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ പറ്റും. ഇനി അങ്ങനെയുള്ള ഏതൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ക്ലബ്ബുകൾ, സ്കൂളിൽ ക്ലബ്ബുകൾ ഉള്ള പോലെ ഇവിടെ ആക്റ്റീവ് ഡയറക്ടറിയിൽ എന്തൊക്കെ സെക്യൂരിറ്റി ഗ്രൂപ്പുകൾ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഡൊമൈൻ അഡ്മിൻസ്. ഡൊമൈൻ അഡ്മിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HMമാരുടെ, പ്രിൻസിപ്പൽമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മൾ സ്കൂളുകളിലൊക്കെ ഹെഡ് മാസ്റ്റർ എന്നല്ലേ പറയും. അപ്പൊ ഹെഡ് മാസ്റ്റർമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡൊമൈൻ അഡ്മിൻ. കാരണം കോതമംഗലം സ്കൂൾ പോലെ വേറെയും സ്കൂളുകളുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്, ഓരോന്നും ഓരോ ഡൊമൈനാണ്. ഓരോ ഡൊമൈനിനും അഡ്മിന്മാരുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ നമുക്ക് പറയാം. ഈ ഇങ്ങനെ ഹെഡ് മാസ്റ്റർമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ അഡ്മിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സർവർ ഓപ്പറേറ്റേഴ്സ്. ആക്റ്റീവ് ഡയറക്ടറിയിൽ കുറെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ആക്റ്റീവ് ഡയറക്ടറി തന്നെ ഒരു കമ്പ്യൂട്ടറുകളിൽ മാനേജ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് സർവർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡൊമൈൻ അഡ്മിൻസ്മാർക്ക് കംപ്ലീറ്റ് പ്രിവിലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പം സർവർ മാനേജ് ചെയ്യാനുള്ള നോളജ് ഉണ്ടാവില്ല. ഹെഡ് മാസ്റ്റർമാർക്ക് അവിടുത്തെ എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഇതൊന്നും മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഓക്കെ, അതിന് നമ്മൾ ടെക്കികളായിട്ടുള്ള ആളെ വെക്കും. അതാണ് സർവർ ഓപ്പറേറ്റേഴ്സ്. അവർക്ക് ഈ പറയുന്ന പോലെ സ്ട്രക്ചർ ഉണ്ടാക്കാനും ഇതൊക്കെ പറ്റും. എന്താ പറയാ, ഓരോ ടെക്കി സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പറ്റും. ആരുടെ പെർമിഷൻ അനുസരിച്ചിട്ട്, ഡൊമൈൻ അഡ്മിന്മാരുടെ പെർമിഷൻ അനുസരിച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാതെ അവർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഒന്നുമില്ല. ഓക്കെ, ദെൻ ബാക്കപ്പ് ഓപ്പറേറ്റേഴ്സ്. കാരണം ആക്റ്റീവ് ഡയറക്ടറി എന്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റാസുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്റ്റീവ് ഡയറക്ടറി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ അതുവഴി ഡാറ്റാസ് ഒന്നും ലീക്ക് ചെയ്ത് പോകരുത്. അപ്പൊ അതെന്ത് ചെയ്യണം, ഡാറ്റകളൊക്കെ എന്ത് ചെയ്യണം, ഡാറ്റകളൊക്കെ നശിച്ചാൽ പോലും ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്ത് ഡാറ്റ പുതിയത് വന്നാലും അത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടായിരിക്കണം. അതാണ് ബാക്കപ്പ് ഓപ്പറേറ്റേഴ്സ്. അവർക്ക് എല്ലാ ഫയലിൽ മേൽ പെർമിഷൻ ഉണ്ടാവും, എല്ലാ റിസോഴ്സിന്റെ മേലിൽ അവർക്ക് പെർമിഷൻസ് ഉണ്ടാവും. പക്ഷെ യൂസേഴ്സിനെ ഡിലീറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് പെർമിഷൻ ഇല്ല. ദെൻ അക്കൗണ്ട് ഓപ്പറേറ്റേഴ്സ് അതിന് ഓപ്പോസിറ്റ്. അക്കൗണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യും, യൂസേഴ്സിന്റെ മേലിൽ യൂസേഴ്സിന് ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അവരുടെ പ്രിവിലേജുകളിലൊക്കെ മാറ്റം വരുത്തുക വിത്ത് പെർമിഷൻ അഡ്മിൻ. അഡ്മിന്റെ പെർമിഷനോട് കൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉള്ള പെർമിഷൻസ് ആർക്ക് ഉണ്ടാകും, ഈ അക്കൗണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർക്ക് ഒരിക്കലും ഡാറ്റയിൽ ചേഞ്ച് വരുത്താനോ മാറ്റം വരുത്താനോ കഴിയില്ല. ഓക്കെ, പിന്നെ അവർക്ക് മറ്റു അക്കൗണ്ടുകളൊന്നും ഡിലീറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അവർക്ക് അതൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഡൊമൈൻ യൂസേഴ്സ്. ഡൊമൈൻ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലുള്ള മറ്റു യൂസേഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ എംപ്ലോയീസ്. ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓരോ ക്ലാസ്സിലും കമ്പ്യൂട്ടറുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലും കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ സിസ്റ്റത്തിലുള്ള മൊത്തം കമ്പ്യൂട്ടറുകൾ, എംപ്ലോയീസ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളാണ് ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഡൊമൈൻ കൺട്രോളേഴ്സ്. ഓക്കെ, ചില സമയത്ത് HM മാത്രം എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പൊ HM എന്ത് ചെയ്യും, ഒരു ഡെപ്യൂട്ടി HM കൂടി വെക്കും. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് എന്റെ സിസ്റ്റത്തിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവരെന്ത് ചെയ്യും, ഈ ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നേരിട്ട് HM നേരിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത്. HM മാനേജ് ചെയ്യാൻ എന്തുണ്ടാവും, ഒരു സർവർ ഉണ്ടാവും, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. ആ കമ്പ്യൂട്ടർ വെച്ചിട്ടല്ലേ HM എന്ത് ചെയ്യുന്നത്, മൊത്തം ആൾക്കാർ മാനേജ് ചെയ്യുന്നത്. അതാണ് ഡൊമൈൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ ഒരു ടീം. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ചെറിയൊരു ഡൊമൈനിൽ ഒരു ഡൊമൈൻ കൺട്രോളറെ ഉണ്ടാവുകയുള്ളൂ. സെൻട്രലൈസ്ഡ് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡൊമൈൻ കൺട്രോളർ എന്ന് പറയാം. ഓക്കെ, അപ്പം എൻ്റെ സ്കൂളിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ്, സെൻട്രൽ കമ്പ്യൂട്ടറാണ്, HM-ന്റെ റൂമിലുള്ള കമ്പ്യൂട്ടർ. ഓക്കെ, HM ആണ് ഡൊമൈൻ അഡ്മിൻ. HM-ന്റെ റൂമിലുള്ള കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് മൊത്തം ക്ലാസ്സിനെ മാനേജ് ചെയ്യുന്നത്. മൊത്തം മാർക്കും എല്ലാ സ്കൂളിൽ എല്ലാ സ്റ്റുഡൻസിന്റെ മാർക്കും ഒക്കെ മാനേജ് ചെയ്യുന്നതൊക്കെ HM-ന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ HM-ന്റെ കമ്പ്യൂട്ടറാണ് നമ്മൾ എന്താ പറയുക, ഡൊമൈൻ കൺട്രോളേഴ്സ്. നോർമലി അത് ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ കമ്പനിയുടെ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഡൊമൈൻ കൺട്രോളേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. കാരണം HM-ന് മാത്രം എല്ലാ കുട്ടികളുടെയും മാർക്ക് നോക്കി അവസാനം ഒപ്പിടേണ്ടത് HM ആണ്. എല്ലാവരുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ HM-നെ കൊണ്ട് ഒറ്റയടിക്ക് പറ്റിക്കൊള്ളുന്നില്ല. എന്ത് ചെയ്യും, ഒരു ഡൊമൈൻ കൺട്രോളർ വെച്ചിട്ട് ഡെപ്യൂട്ടി HM-നെ കൂടി ഇരുത്തും. അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്താൽ മതി. അതാണ് ഡൊമൈൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ യൂണിറ്റ് നമ്മൾ പറഞ്ഞു, എന്താണ്, സ്കൂളിലുള്ള ഓരോ ക്ലാസ്സുകൾ. കമ്പനിയുടെ കാര്യത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ടീം, മാർക്കറ്റിംഗ് ടീം, പെനട്രേഷൻ ടെസ്റ്റിംഗ് ടീം. അപ്പൊ ഇവർക്കൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, ഒരു കമ്പനിയിൽ ഒരു യൂസർ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ടീമിലായിരിക്കും, ഒരു ടീമിൽ അംഗമാവാനും പാടുള്ളൂ. അങ്ങനെ ഒരു റൂളും കൂടി ഇവിടെ ഉണ്ട്. കാരണം എന്താണ്, സെയിൽസ് ടീമുകാരൻ സെയിൽസ് ടീമിൽ, അല്ലാതെ അവനെ ഇതിലേക്ക് ആഡ് ചെയ്യില്ല, പെനട്രേഷൻ ടീമിലേക്ക് അവൻ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എംപ്ലോയീസിന്റെ ക്യാരക്ടർ പറയുന്ന ടീമാണ് ഇത് ഓർഗനൈസേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിനേഴ്സ് ഒക്കെ ഒരു ടീമിലായിരിക്കും. ഓക്കെ, പെനട്രേഷൻ ടെസ്റ്റേഴ്സ് ഒക്കെ ഒരു ടീമിൽ. അപ്പം പുതിയൊരു എംപ്ലോയി വന്നു, അപ്പൊ അവൻ പെനട്രേഷൻ ടെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, പെനട്രേഷൻ ടെസ്റ്റിന്റെ ടീമിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇപ്പം കമ്പനിയിലേക്ക് ചെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ സെയിൽസ് ടീമിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ട്രെയിനേഴ്സിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, അത് നോക്കിയിട്ട് അവരുടെ പൊസിഷൻ എന്താണെന്ന് നോക്കിയിട്ട് ആ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ എന്താ പറയാ, ഓർഗനൈസേഷൻ യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ ഓരോ ഓർഗനൈസേഷനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. സെയിൽസിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, ഇവിടെ ട്രെയിനേഴ്സിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, പെനട്രേഷൻ ടെസ്റ്ററിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് അവർ പാലിച്ചിരിക്കണം. ആ ടീമിൽ കയറി കഴിഞ്ഞാൽ അവിടെ അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രൂപ്പ് പോളിസി എന്ന് പറയാം കേട്ടോ, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്. ഇനി അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഇപ്പൊ പറഞ്ഞല്ലോ. ഒരു ഗ്രൂപ്പ് എന്തായിരുന്നു, ഒരു യൂസർ ആഡ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സിന് അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അതാണ് ഇത് ഓർഗനൈസേഷൻ യൂണിറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതെന്തിനായിരുന്നു, അവർക്ക് കൊടുക്കുന്ന ഡാറ്റ നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അത് സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്കൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ് റൂമും എന്താണ്, ഓർഗനൈസേഷണൽ യൂണിറ്റ് ആണ്. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബുകൾ. ഓക്കെ, ഒരു ക്ലബ്ബിൽ പല ക്ലാസ്സിലുള്ള കുട്ടികൾക്കും കയറാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുക, ക്ലബ്ബ്. അപ്പൊ അവിടെ എന്ത് നോക്കിയിട്ടാണ്, റിസോഴ്സ് എന്താണ്, സർവീസ്. ക്ലബ്ബ് എന്താ പ്രൊവൈഡ് ചെയ്യുക, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യും. ആ സർവീസ് ആർക്കൊക്കെ വേണം എന്ന് നോക്കിയിട്ട് പല ഒഴിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്ലബ്ബിലുള്ള കുട്ടിക്ക് മറ്റേ ക്ലബ്ബിൽ കയറിക്കൂടെ, കയറാൻ പറ്റും, അതിവിടെ പോസിബിൾ ആണ്. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു സെക്യൂരിറ്റി ഗ്രൂപ്പിലുള്ളവർക്കും ഇതാക്കാൻ പറ്റും. കാരണം എന്താണ്, അവിടെ എന്താ നമ്മൾ നോക്കുന്നത്, റിസോഴ്സ് ആരൊക്കെ ആക്സസ് ചെയ്യണം, ഒരു ബ്രൗഷർ ആരൊക്കെ ആക്സസ് ചെയ്യണം. ബ്രൗഷർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിൽസുകാർക്ക് വേണം, മാർക്കറ്റിംഗുകാർക്ക് വേണം, മാനേജറിന് വേണം. ഇത്രയും ആൾക്കാർക്ക് എന്ത് വേണം, ബ്രൗഷറിന്റെ ആവശ്യമുണ്ട്. കാരണം ഇവരൊക്കെ ഈ ബ്രൗഷർ പല സ്ഥലത്തും കാണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ പറയുന്ന ആൾക്കാരും ഇത് മൊത്തം വേറെ വേറെ ഒഴിവുകളാണ്. കാരണം സെയിൽസ് വേറെ ഒഴിവായിരുന്നു, മാർക്കറ്റിംഗ് വേറെ ഒഴിവായിരുന്നു, മാനേജർമാർ വേറെ ഒഴിവായിരുന്നു. പക്ഷേ ഈ ഒരു ബ്രൗഷർ ആക്സസ് ചെയ്യേണ്ട ഒരു സമയം വന്നപ്പോൾ ഇവരെല്ലാവരും എന്താണ്, ഒറ്റക്കെട്ടാണ്, ഒറ്റ മാനേജിങ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് വരും. അപ്പൊ ഇവരെ നമ്മൾ എന്താണ്, ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പൊ ഇവർക്ക് നമ്മളൊരു പിക്ചർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബ്രൗഷർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം ആ ബ്രൗഷർ കിട്ടും. ബാക്കി നമ്മൾ പറഞ്ഞ പെനട്രേഷൻ ടെസ്റ്റർ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്കൊന്നും എന്ത് ചെയ്യില്ല, ഈ ബ്രൗഷർ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ OU ആണെങ്കിൽ എന്താണ്, OUന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ടീമിലുള്ളവർക്ക് മാത്രം, സെയിൽസുകാർക്ക് മാത്രം കിട്ടുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം OUലുള്ള ഒരാൾക്ക് മറ്റൊരു OUവിൽ കയറാൻ പറ്റില്ല. പക്ഷെ സെക്യൂരിറ്റി ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് എന്താവും, എത്ര സെക്യൂരിറ്റി ഗ്രൂപ്പിൽ വേണമെന്നുണ്ടെങ്കിലും കയറാൻ പറ്റും. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാം, OU യൂസേഴ്സിന് കമ്പ്യൂട്ടറിനെ നോക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ല ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന OUവിലേക്ക് എന്താണ്, ഓരോ യൂസേഴ്സിന് കമ്പ്യൂട്ടറിനെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ, യൂസർ ഗ്രൂപ്പിൽ എന്താ നോക്കുന്നത്, അവർ ആക്സസ് ചെയ്യേണ്ട റിസോഴ്സ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ യൂസർ ഗ്രൂപ്പിലേക്ക് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് പെർമിഷൻ കൊടുക്കുന്നത് എന്തിന്റെ പുറത്താണ്, അവർക്കൊരു റിസോഴ്സിന്റെ പുറത്താണ് അവർക്ക് പെർമിഷൻസ് കൊടുക്കുന്നത്. ദെൻ ഓരോ OUവിലും ഒരാളെ ഹെഡ് ആക്കി വെക്കും. അതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെയിൽസ് ടീമിന് ഒരു ഹെഡ് ഉണ്ടാകും, ട്രെയിനർ ടീമിന് ഒരു ഹെഡ് ഉണ്ടാകും, പെനട്രേഷൻ ടീമിന് ഒരു ഹെഡ് ഉണ്ടാകും.
പിന്നീട് അവന്റെ താഴെ വരുന്ന ജൂനിയേഴ്സിനൊക്കെ മാനേജ് ചെയ്യേണ്ട പണി. ഒരു ജൂനിയർ വന്നു കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിൽ ഒരു സ്റ്റുഡന്റ് വന്നു, HM ആണോ അവന് ഇരുന്ന് ആഡ് ചെയ്യേണ്ടത്? സ്കൂളിൽ ഒരുപാട് സ്റ്റുഡൻസുകൾ വരും, അവരൊക്കെ HM ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യുന്നതാണ് HM എന്ന് പറഞ്ഞു. HMന്റെ കമ്പ്യൂട്ടറും ഡൊമൈൻ കൺട്രോളറും ഡൊമൈൻ അഡ്മിനും ആണ്. HM ഡൊമൈൻ അഡ്മിനും HMന്റെ കമ്പ്യൂട്ടർ ഡൊമൈൻ കൺട്രോളറും ആണ്. ഇവർ രണ്ടുപേരും പാടെ ഇരുന്നിട്ട് വരുന്ന കുട്ടികളെ മൊത്തം കയറ്റാൻ നിന്ന് കഴിഞ്ഞാൽ സമയം നടക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഓരോ ക്ലാസ് ടീച്ചർമാർക്കും അതിന്റെ പെർമിഷൻ കൊടുക്കും. ഓക്കെ, അതിനെയാണ് ആ ഒരു പവർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡെലിഗേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെലിഗേഷൻ കൺട്രോൾ വെച്ചിട്ട് ഞാൻ സെയിൽസ് ടീമിൽ ഒരു ഹെഡിനെ ഉണ്ടാക്കും. ഓക്കെ, ഓരോ ക്ലാസ്സിനും ഒരു ഹെഡിനെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും, ഓരോ ക്ലാസ്സിന്റെ അധ്യാപകൻ നോക്കിക്കോളും ആ ക്ലാസ്സിലെ കുട്ടികളെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് HMന് കുറച്ച് പണി കുറഞ്ഞു കിട്ടും. ഓക്കെ, അത് ആ പവർ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡെലിഗേഷൻസ് എന്ന് പറയാം. ഇനി ആക്റ്റീവ് ഡയറക്ടറിയിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സുകൾ ഉണ്ട്. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക് സ്റ്റേഷൻസുകൾ ഉണ്ട്, സർവറുകൾ ഉണ്ട്. ഓക്കെ, അതൊക്കെ നോർമൽ ഡെഫിനിഷൻ തന്നെയാണ്. ഒരുപാട് സർവറുകൾ ഉണ്ട്. ദെൻ ഡൊമൈൻ കൺട്രോളേഴ്സ്, നമ്മൾ പറഞ്ഞല്ലോ സെൻട്രൽ ഡിവൈസിന്റെ പേര് ഡൊമൈൻ കൺട്രോളർ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് HMനെ കൊണ്ട് മാത്രം താങ്ങാൻ പറ്റില്ല. അപ്പൊ HM എന്ത് ചെയ്യും? ഒരു ഡെപ്യൂട്ടി HM എന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൂടി ക്രിയേറ്റ് ചെയ്യും. അതിനാണ് ഡൊമൈൻ കൺട്രോളേഴ്സ്. അപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഡൊമൈൻ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ. ഒന്നിൽ കൂടുതൽ ഡൊമൈൻ കൺട്രോളർ ഡിവൈസുകൾ ഉണ്ടാകും. ഓക്കെ, ദെൻ അത് മാത്രമല്ല വിർച്വൽ മെഷീനുകൾ ഉണ്ടാകും. ദെൻ ഷെയർഡ് PCs ഉണ്ടാവും. എല്ലാവർക്കും യൂസ് ചെയ്യാൻ. ലുലു മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മാപ്പ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സെൻട്രൽ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഷെയർഡ് PCകൾ ഉണ്ടാകും. ഇതൊക്കെയാണ് ഒരു ആക്റ്റീവ് ഡയറക്ടറിയിൽ വരുന്ന ഡിവൈസുകൾ. ഓക്കെ, ഓരോ OUവിലും സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലോ, അതിനെയാണ് ഗ്രൂപ്പ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ക്ലാസ് റൂമിലും ഓരോ ഓർഗനൈസേഷണൽ യൂണിറ്റിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഗ്രൂപ്പ് പോളിസി എന്ന് പറയാം. ഓക്കെ, ക്ലാസ് റൂമിന്റെ ഉള്ളിൽ ഇപ്പം 1ാം ക്ലാസ്സിൽ ടീച്ചർ പറയും നിങ്ങൾ എന്താ 10 മണിക്ക് ഫുഡ് കൊണ്ടുവരണം. അതേപോലെ 1ാം ക്ലാസ് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ആ പരിപാടി ഉണ്ടാവും. ഇനി 7ാം ക്ലാസ് കുട്ടികൾക്കൊന്നും എന്തെങ്കിലും ആ റൂൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഓരോ OUവിലും ഓരോ ക്ലാസ് റൂമിലും ഓരോ റൂൾ ആയിരിക്കും. 1ാം ക്ലാസ് കുട്ടികൾക്ക് കൊണ്ടുവരുന്ന റൂൾ ആയിരിക്കും എന്താ ഭക്ഷണം ഒന്നും കൊണ്ടുവരരുത്, അല്ല സോറി, ഭക്ഷണം കൊണ്ടുവരണം, 10 മണിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരണം, പിന്നെ അവർക്ക് ഇന്ന സമയത്ത് കടന്നുറങ്ങേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള റൂളുകൾ ഉണ്ടാവും. എന്നാൽ 10ാം ക്ലാസ്സിന്റെ OUവിൽ എന്തായിരിക്കും? ആ റൂളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഓരോ OUവിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓരോ റൂൾസുകൾ, സെറ്റ് ഓഫ് റൂൾസുകൾ ഉണ്ടാകും. ആ റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ് പോളിസീസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് പോളിസി ആർക്കൊക്കെ ബാധകമാണ്? സിസ്റ്റത്തിനും യൂസേഴ്സിനും. എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ആരൊക്കെയുണ്ടോ അവർക്ക് എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പ് പോളിസീസ് ബാധകമാണ്. യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു? പീപ്പിൾസ് ആവാം, സർവീസ് ആവാം, കമ്പ്യൂട്ടറുകളാവാം. ഓക്കെ, അവർക്കൊക്കെ എന്താണ് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമാണ്. ഓക്കെ, ദെൻ ആക്റ്റീവ് ഡയറക്ടറി നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന മൊത്തം കോൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്ട്രക്ചർ, ഒരു ഡൊമൈൻ പറഞ്ഞല്ലോ. ദെൻ ഒരു ഡൊമൈനിന്റെ അടിയിൽ മറ്റൊരു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കമ്പനിക്ക് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിക്ക് വേറെ ആരൊക്കെയുണ്ട്? ജിമെയിൽ എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവർക്ക് വേറെ വേറെ സർവീസുകളുണ്ട്. AI എന്ന് പറഞ്ഞ സർവീസുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നിനെയും നമുക്ക് എന്ത് പറയാം? ഓരോ ഡൊമൈനുകൾ. ഇതിന് നമ്മൾ ട്രീ എന്ന് പറയും. ഒരു ഡൊമൈന് ഇപ്പൊ എന്റെ ഓണർ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു IT കമ്പനി നടത്തുന്നുണ്ട്, ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഓക്കെ, വേറൊരു മാർക്കറ്റിംഗ് കമ്പനി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നടത്തുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഒക്കെ ഒരു ഡൊമൈനിന്റെ കീഴിലല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റിന് നമ്മൾ എന്ത് പറയും? ട്രീ എന്ന് പറയും. ഓക്കെ, ദെൻ ഇതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡൊമൈൻ ഇങ്ങനെയും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്കൂളിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഡൊമൈനിന്റെ കീഴിൽ ആരൊക്കെയുണ്ട്? ഓരോ സ്കൂളുകളുണ്ട്, GHSS ഉണ്ട്, അങ്ങനെ കുറെ സ്കൂളുകൾ, കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന് ഓരോന്നും എന്താണ്? ഓരോ ഡൊമൈനുകളാണ്. ഇങ്ങനെ ഡൊമൈനുകളുടെ കളക്ഷൻ നമ്മൾ എന്ത് പറയും? ട്രീസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. തൊട്ടപ്പുറത്ത് പോയ ആരുണ്ട്? തമിഴ്നാട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. നമ്മൾ അങ്ങനെ സെൻട്രലിൽ എത്തുമ്പോൾ എന്താണ്? സെൻട്രൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന മൊത്തത്തിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഫോറസ്റ്റിനും ഡയറക്റ്റ് ആക്സസ് മറ്റൊരിടത്തേക്ക് ഉണ്ടോ? ഇല്ല. ഇവർക്ക് എന്താണ്? അങ്ങനെ ഡയറക്റ്റ് എന്താ പറയാ, കേരള തമിഴ്നാട് മിനിസ്റ്റർക്ക്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് ഒരു കാര്യം കേരള എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഒക്കെ എന്താണ്? സെപ്പറേറ്റ് ഡൊമൈൻ ആണ്. എന്നാൽ ഇതൊക്കെ ഏകദേശം എന്താണ്? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ് അവരൊക്കെ. അപ്പൊ ആ എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ മൊത്തത്തിലേക്ക് മാറ്റുമ്പോൾ എന്തായി? ഫോറസ്റ്റ് എന്നായി. ഓക്കെ, അപ്പോഴും ഇവിടെ അധികാരം ആർക്ക് തന്നെയാണ്? ഈ പറയുന്ന ഡൊമൈൻ കൺട്രോളേഴ്സ്. ഓരോ ഡൊമൈനും ഒരു കൺട്രോളർ ഉണ്ട്.
ഡൊമൈൻ അഡ്മിൻസ് ഉണ്ട്. അപ്പൊ ഇതിനുള്ളിലൊക്കെ ഇഷ്ടം പോലെ ഡൊമൈൻ അഡ്മിൻസ്മാരും ഡൊമൈൻ കൺട്രോൾമാരും ഒരുപാടായില്ലേ. ഒരുപാട് ഡൊമൈൻ കൺട്രോൾമാരൊക്കെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വന്നല്ലോ. ഇതിന്റെ ഉള്ളിലൊക്കെ ഒയുകളും ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഇഷ്ടംപോലെ ആളുകൾ വരുമ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ഒരു ട്രസ്റ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. ട്രസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഡാറ്റ എവിടെ നിന്നൊക്കെ എനിക്ക് ആക്സസ് ചെയ്യാം, എനിക്ക് മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഒരു ഒയുവിന് മറ്റൊരു ഒയുവിനെ അല്ലെങ്കിൽ ഒരു ഡൊമൈനിന് മറ്റൊരു ഡൊമൈനെ ട്രസ്റ്റബിൾ ആണോ എങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ക്ലാസ് ടീച്ചർ ഒരു ഒയു എന്ത് ചെയ്തു, നേരെ പോയിട്ട് മറ്റൊരു ഡൊമൈനിലുള്ളത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പം കേരളത്തിലുള്ള ഒരു സ്കൂളിലെ ടീച്ചർക്ക് തമിഴ്നാട്ടിലെ എഡ്യൂക്കേഷൻ നിയമങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് നമുക്ക് എന്താണ്, ഡയറക്റ്റ് അത് പോസിബിൾ അല്ല. അത് പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ട്രസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഓരോ ഇതിനും ഓരോ അഡ്മിൻസ് ഉണ്ടാകും, അഡ്മിന്മാരുടെ ഒരു കൂട്ടം ഉണ്ടാവും. കാരണം ഫോറസ്റ്റിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ എന്താണ്, ഓരോ ഡൊമൈനിനും ഓരോ അഡ്മിന്മാരുണ്ടല്ലോ. അപ്പൊ അഡ്മിന്മാരുടെ ഒരു ടീമാണ് നമ്മൾ പറയുന്നത് എന്റർപ്രൈസ് അഡ്മിൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മൊത്തം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവർക്കിടയിൽ പുതിയൊരു ഡൊമൈൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഡൊമൈനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിലോ എന്ത് വേണം, അവർക്കിടയിൽ ഒരു ട്രസ്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ ഓക്കെ, ഒരു ടൈം കൂടിയുണ്ട്, ഗ്ലോബൽ കാറ്റലോഗ് എന്ന് പറയും. ഗ്ലോബൽ കാറ്റലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എങ്ങാനും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു സിസ്റ്റം നമുക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്ലോബൽ കേച്ചിങ് ചെയ്യണം. അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്ലോബൽ കാറ്റലോഗ് എന്ന് പറയുന്നത്. കമ്പനിയിലുള്ള ഓരോ ആക്റ്റീവ് ഡയറക്ടറിയിലുള്ള ഓരോ സാധനങ്ങളെയും നമ്മൾ എൻറ്റയർലി ഓരോ സ്കീമ എന്നാണ് പറയുക. ഓക്കെ, യൂസർ ആവട്ടെ, ഗ്രൂപ്പുകളാവട്ടെ, പിന്നെ കമ്പ്യൂട്ടറുകളാവട്ടെ, ഓരോന്നിനും നമ്മൾ ഓരോ സ്കീമ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ബേസിക്സ് ആയിട്ട് ആക്റ്റീവ് ഡയറക്ടറി.